നമസ്കാരം, മഷിത്തണ്ടിലേക്ക് സ്വാഗതം. ആരോഗ്യമുള്ള ശീലം തന്നെയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത്. പല രോഗങ്ങൾ മാറിയും മറിഞ്ഞും വരുന്ന ഈ കാലഘട്ടത്തിൽ എന്തെങ്കിലും ഒരു ദിനചര്യ നമ്മുടെ ശരീരത്തിന് വ്യായാമം എന്ന രീതിയിൽ കൊടുക്കേണ്ടത് അനിവാര്യമാണ്. അതിൽ ഏറ്റവും ലളിതവും സമയലാഭവുമുള്ള ഒരു ചര്യയാണ് സൂര്യനമസ്കാരം. സൂര്യനമസ്കാരം എപ്പോഴും 12 യോഗ പോസുകളുടെ ഒരു ശ്രേണിയാണ്. സൂര്യനമസ്കാരത്തിൻ്റെ 12 പോസുകളിൽ ഓരോന്നും ശരീരത്തിന് ഒരു പ്രത്യേക ഗുണം ലഭിക്കുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഇത് നമ്മുടെ ഹൃദയാരോഗ്യം വർദ്ധിപ്പിക്കാനും സമ്മർദ്ദത്തെ അതിജീവിക്കാനും ശരീരത്തെ വിഷാംശം ഇല്ലാതാക്കാനും സഹായിക്കും. എല്ലാ സന്ധികൾക്കും മാംസപേശികൾക്കും പ്രയോജനം ചെയ്യുന്ന സമ്പൂർണ്ണ വ്യായാമമാണ് സൂര്യനമസ്കാരം. കൈകൾ, തോൾ, തുട, അരക്കെട്ട്, പുറം, വയർ തുടങ്ങി എല്ലാ ശരീരഭാഗങ്ങളിലേക്കും രക്തയോട്ടം വർദ്ധിപ്പിക്കുകയും ചലനം ആയാസകരമാക്കുകയും ചെയ്യും. നല്ല വിശപ്പുണ്ടാകാനും ദഹന-ശോധനക്രമങ്ങൾ സുഖകരമാക്കാനും സൂര്യനമസ്കാരം സഹായകമാകുന്നു. ത്വക്കിന് കീഴിലായി അടിഞ്ഞുകൂടിയിട്ടുള്ള കൊഴുപ്പ് ക്രമേണ ഇല്ലാതാവുകയും ചർമ്മത്തിന് തിളക്കം കൂടുകയും ചെയ്യുന്നു. സൂര്യനമസ്കാരത്തിൻ്റെ 12 പോസുകൾ നമുക്ക് നോക്കിയിട്ട് വരാം. ഒന്നാമത്തേത് പ്രണാമാസനം, പ്രാർത്ഥനയുടെ പോസ്. രണ്ടാമത്തേത് ഹസ്തൗട്ടനാസനം, ഉയർന്ന കൈകളുടെ പോസ്. മൂന്നാമത്തേത് ഹസ്തപാദാസന, മുന്നോട്ട് നിൽക്കുക. നാലാമത്തേത് അശ്വസഞ്ചലനാസന, അശ്വാഭ്യാസ പോസ്. അഞ്ചാമത്തേത് ദണ്ഡാസന, സ്റ്റിക്ക് പോസ്. ആറാമത്തേത് അഷ്ടാംഗ നമസ്കാരം, 8 ഭാഗങ്ങൾ ഉള്ള വന്ദനമാണ് ഇത്. ഏഴാമത്തേത് ഭുജംഗാസനം, സർഗ പോസ്. എട്ടാമത്തേത് അധോമുഖ സ്വനാസന, താഴേക്ക് അഭിമുഖമായുള്ള നായയുടെ പോസ്. ഒമ്പതാമത്തേത് അശ്വസഞ്ചലനാസന, അശ്വാഭ്യാസ പോസ്. പത്താമത്തേത് ഹസ്തപാദാസന, മുന്നോട്ട് നിൽക്കുക. 11ാമത്തേത് ഹസ്തൗട്ടനാസനം, ഉയർന്ന കൈകളുടെ പോസ്. 12ാമത്തേത് തടാസന, പർവ്വത പോസ്. ഒരു ഉപകരണവും ഇല്ലാതെ ചെയ്യാൻ കഴിയുന്ന മുഴുവൻ ശാരീരിക സംവിധാനത്തിനും വേണ്ടിയുള്ള സമഗ്രമായ വ്യായാമമാണിത്. ജീവിതത്തിലെ മടുപ്പിക്കുന്നതും ക്ഷീണിപ്പിക്കുന്നതുമായ ദൈനംദിന ദിനചര്യകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മികച്ച രീതി കൂടിയാണിത്. അഷ്ടാംഗ സൂര്യ നമസ്കാരം, ഹത സൂര്യ നമസ്കാരം, അയ്യങ്കാർ സൂര്യ നമസ്കാരം എന്നീ 3 രീതികൾ ഉണ്ടെങ്കിലും ഹത സൂര്യ നമസ്കാരമാണ് ഏറ്റവും ജനപ്രിയവും ലളിതവുമായിട്ടുള്ളത്. ഇനി ഓരോ പോസുകളും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഗുണങ്ങൾ എന്താണെന്നും നോക്കിയിട്ട് വരാം. ആദ്യത്തേത് പ്രണാമാസനം, പ്രാർത്ഥനാ പോസ്. യോഗ ചെയ്യുമ്പോൾ ഒരു യോഗ മാറ്റ് നിർബന്ധമായും ഉപയോഗിക്കേണ്ടതാണ്. ആദ്യമായി നിവർന്ന് നിൽക്കുക. നിങ്ങളുടെ പാദങ്ങൾ ഒരുമിച്ച് കൊണ്ടുവരിക. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ വശങ്ങളിൽ വിശ്രമിക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളുടെ കൈപ്പത്തികൾ നെഞ്ചിൻ്റെ മധ്യത്തിൽ ഒരുമിച്ച് കൊണ്ടുവരിക. നിങ്ങളുടെ ശരീരം മുഴുവൻ വിശ്രമിക്കുക. ഇതിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാനം നാഡീവ്യവസ്ഥയെ ശാന്തമാക്കുകയും ശാരീരിക സന്തുലിതാവസ്ഥ വീണ്ടെടുക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. ടെൻഷനും ഉത്കണ്ഠയും കുറയ്ക്കാനും ഇത് സഹായിക്കുന്നു. രണ്ടാമത്തെ പോസ് ഹസ്ത ഉത്തനാസന. ഹസ്ത ഉത്തനാസനം ആരംഭിക്കാൻ ആഴത്തിൽ ശ്വാസം വിടുക. ശേഷം ഒരു ദീർഘനിശ്വാസം എടുത്ത് നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലേക്ക് നീട്ടുക. നിങ്ങളുടെ ശരീരം ചെറുതായി പിന്നിലേക്ക് വളയ്ക്കാൻ മുകളിലേക്ക് നോക്കി നിങ്ങളുടെ പെൽവിസ് മുന്നോട്ട് അമർത്തുക. നിങ്ങൾ പിന്നിലേക്ക് വളയുമ്പോൾ ശ്വസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങൾ മുന്നോട്ട് കുനിയുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിടുന്നതിൽ ശ്രദ്ധിക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. വയറിലെ പേശികളെ വലിച്ചു നീട്ടുകയും ടോൺ ചെയ്യുകയും ചെയ്യുന്നു. ഈ വ്യായാമം ശരീരം മുഴുവൻ വികസിപ്പിക്കുന്നു. മൂന്നാമത്തെ പോസ് നോക്കാം. ഹസ്തപാദാസന, കൈ മുതൽ കാൽ വരെയുള്ള പോസ് ആണിത്. ശ്വാസം വിട്ടുകൊണ്ട് നിങ്ങളുടെ കാൽമുട്ടുകൾ വരെ മുന്നോട്ടും താഴോട്ടും മടക്കാൻ തുടങ്ങുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല് നീണ്ടു നിൽക്കുക. നിങ്ങളുടെ കൈകൾ തറയിൽ മുട്ടിക്കുക അല്ലെങ്കിൽ തറയിൽ വയ്ക്കുക. നിങ്ങളുടെ നെഞ്ച് തുടയ്ക്കു നേരെയും നിങ്ങളുടെ തല കാൽമുട്ടിൽ വിശ്രമിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ കാൽമുട്ടുകൾ വളയ്ക്കുക. കുറച്ച് നിമിഷങ്ങൾ ഈ സ്ഥാനത്ത് തുടരുക. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഇത് നട്ടെല്ല് നീട്ടുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നു. ഇത് കൂടുതൽ വഴക്കമുള്ളതാക്കുന്നു. ഹാംസ്ട്രിങ്ങുകൾ നീട്ടുമ്പോൾ ഇത് കാലുകൾ, തോളുകൾ, കൈകളുടെ പേശികൾ എന്നിവയും തുറക്കുന്നു. ഇനി 4ാമത്തെ പോസ്
കുതിര സവാരി പോസ് അല്ലെങ്കിൽ അശ്വസഞ്ചലനാസന. നിങ്ങളുടെ വലത് കാൽ പിന്നിലേക്ക് ചുവട് വെക്കുക. കാൽമുട്ട് മാത്രം താഴേക്ക് വെക്കുക. നിങ്ങളുടെ കാൽ വിരലുകൾ സുരക്ഷിതമായി താഴെ വെക്കുക. നിങ്ങളുടെ കാൽ തറയിൽ പരന്നിരിക്കുമ്പോൾ ഇടത് കാൽമുട്ട് വളയ്ക്കുക. നിങ്ങളുടെ വിരലുകളോ കൈപ്പത്തികളോ തറയിൽ വെക്കുക. നിങ്ങളുടെ തോളുകൾ പിന്നിലേക്ക് ചുരുട്ടുക. ഇതിൻ്റെ പ്രയോജനങ്ങൾ: കാലിൻ്റെയും നട്ടെല്ലിൻ്റെയും പേശികൾ ബലപ്പെടുന്നു. ദഹനക്കേട്, മലബന്ധം എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കുന്നു. ഇനി നമുക്ക് അഞ്ചാമത്തെ പോസ് നോക്കിയിട്ട് വരാം. അഞ്ചാമത്തെ പോസ് മൗണ്ടൻ പോസ് അല്ലെങ്കിൽ പർവ്വതാസനം. സാവധാനം ശ്വാസം വിടുക. നിങ്ങളുടെ കൈപ്പത്തികൾ തറയിലേക്ക് കൊണ്ടുവരികയും ഇടത് കാൽ വലതുവശത്തേക്ക് പിന്നിലേക്ക് ചലിപ്പിച്ചുകൊണ്ട് ഇടുപ്പ് വായുവിലേക്ക് ഉയർത്തുകയും ചെയ്യുക. നിങ്ങളുടെ നട്ടെല്ല് നീട്ടുമ്പോൾ നിങ്ങളുടെ തോളുകൾ കണങ്കാലിന് നേരെ കൊണ്ടുവരിക. 2 ആഴത്തിലുള്ള ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുക്കുക. പർവ്വതാസനത്തിൻ്റെ പ്രയോജനങ്ങൾ നോക്കാം. ഇത് ഭാവം മെച്ചപ്പെടുത്താനും മനസ്സിന് വിശ്രമം നൽകാനും സഹായിക്കുന്നു. നമുക്ക് ആറാമത്തെ പോസ് നോക്കാം. അഷ്ടാംഗ നമസ്കാരം. നിങ്ങളുടെ കാൽമുട്ടുകൾ താഴ്ത്തുമ്പോൾ ശ്വാസം വിടുക. നിങ്ങളുടെ തല തറയിൽ മുന്നോട്ട് അമർത്തുമ്പോൾ നിയന്ത്രിത നെഞ്ചുമായി പതുക്കെ താഴേക്ക് വരിക. കൂടുതൽ ശക്തിക്കായി കൈമുട്ടുകൾ വശങ്ങളിലേക്ക് അമർത്തിപ്പിടിക്കുക. ഈ പരിവർത്തനത്തിലെ നിങ്ങളുടെ ശക്തി മെച്ചപ്പെടുമ്പോൾ നിങ്ങളുടെ ഇടുപ്പ് വായുവിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങളുടെ നെഞ്ച് താഴ്ത്തുവാൻ കഴിയും. ഇതിൻ്റെ ഗുണങ്ങൾ നോക്കാം. ഇത് നട്ടെല്ലിൻ്റെ വഴക്കം വർദ്ധിപ്പിക്കുന്നു. പിരിമുറുക്കം ഒഴിവാക്കി പുറകിലെ പേശികളെ ശക്തിപ്പെടുത്തുന്നു. ഒരൊറ്റ പൊസിഷൻ നിങ്ങളുടെ 8 ശരീരഭാഗങ്ങളും പ്രവർത്തിക്കുന്നു. ഏഴാമത്തെ പോസ് കോബ്ര പോസ് അല്ലെങ്കിൽ ഭുജംഗാസനം. നിങ്ങളുടെ കൈകളും കാലുകളും ഒരേ സ്ഥലത്ത് വയ്ക്കുക. ശ്വസിക്കുകയും ചെയ്യുക. മുന്നോട്ട് നീങ്ങി ഒരു പാമ്പിനെ പോലെ നിങ്ങളുടെ നെഞ്ച് ഉയർത്തുക. നിങ്ങളുടെ തോളുകൾ പിന്നിലേക്ക് ചുരുട്ടുമ്പോൾ നിങ്ങളുടെ കൈകൾ പരസ്പരം പിന്നിലേക്ക് നീക്കുക. പതുക്കെ മുകളിലേക്ക് നോക്കുക. ഇതിൻ്റെ പ്രയോജനങ്ങൾ: ഇത് മാനസികാവസ്ഥയും വഴക്കവും വർദ്ധിപ്പിക്കുന്നു. ഇത് ഒരേ സമയം തോളുകൾ, നെഞ്ച്, പുറംകാലുകൾ എന്നിവയുടെ പേശികളെ നീട്ടുന്നു. എട്ടാമത്തെ പോസ് മൗണ്ടൻ പോസ് അല്ലെങ്കിൽ പർവ്വതാസനം. നിങ്ങൾ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ കാൽവിരലുകൾ താഴെ വയ്ക്കുക. ഇത് സ്ഥാനം 5 സമാനമാണ്. നിങ്ങളുടെ നട്ടെല്ല് നീട്ടി നിങ്ങളുടെ തോളുകൾ നിങ്ങളുടെ കണങ്കാലിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഒരു വിപരീത നിലപാടിലേക്ക് മടങ്ങുക. ഇപ്പോൾ കുറച്ച് ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. നിങ്ങളുടെ ഇടുപ്പ് ആകാശത്തേക്ക് ഉയർത്തുക. നിങ്ങൾ ശ്വാസം വിടുമ്പോൾ നിങ്ങളുടെ കൈകൾ ഭൂമിയിലേക്ക് അമർത്തുക. ഇതിൻ്റെ ഗുണങ്ങൾ: ഇത് നട്ടെല്ല് പ്രദേശത്ത് രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ആർത്തവ വിരാമത്തിൻ്റെ ലക്ഷണങ്ങളെ നേരിടാൻ ഇത് സ്ത്രീകളെ സഹായിക്കുന്നു. അടുത്തതായി പോസ് 9 കുതിര സവാരി പോസ് അല്ലെങ്കിൽ അശ്വസഞ്ചലനാസന. കൈപ്പത്തികൾക്കിടയിൽ ഇടത് കാൽ മുന്നോട്ട് കൊണ്ടുവന്ന് ഇടുപ്പ് മുന്നോട്ട് തള്ളുക. നിങ്ങളുടെ ശരീരം ഉയർത്തി നിങ്ങളുടെ തല പിന്നിലേക്ക് ചരിക്കുക. നിങ്ങളുടെ പുറം വളച്ച് ആകാശത്തേക്ക് നോക്കുക. ഇത് പോസ് 4 പോലെ തന്നെയാണ്. ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാലുകളുടെ പേശികൾ കൂടുതൽ വഴക്കമുള്ളതാക്കുന്നു. വയറിലെ അവയവങ്ങൾ ടോൺ ചെയ്യുന്നു. നട്ടെല്ല് ബലപ്പെടുന്നു. 10ാമത്തെ പോസ് കൈ മുതൽ കാൽ വരെയുള്ള പോസ് അല്ലെങ്കിൽ ഹസ്തപാദാസനയാണ്. ശ്വാസം വിട്ടുകൊണ്ട് കാലുകൾ ഒരുമിച്ച് വലിക്കുക. വലത് കാൽ മുന്നിൽ വയ്ക്കുക. പോസ് 3 പോലെ തന്നെയാണ്. നിങ്ങളുടെ നെഞ്ച് നിങ്ങളുടെ തുടയ്ക്കു നേരെയും നിങ്ങളുടെ തല കാൽമുട്ടിൽ വിശ്രമിക്കുന്നതിനും വേണ്ടി നിങ്ങളുടെ കാൽമുട്ടുകൾ വളയ്ക്കുക. ഹസ്തപാദാസനയുടെ ഗുണങ്ങൾ നോക്കാം. ഉറക്കമില്ലായ്മ, ഓസ്റ്റിയോപൊറോസിസ്, തലവേദന, ഉത്കണ്ഠ, സമ്മർദ്ദം എന്നിവയെല്ലാം ഇതിലൂടെ ലഘൂകരിക്കാനാകും. 11ാമത്തെ പോസ് ഉയർത്തിയ ആയുധ പോസ് അല്ലെങ്കിൽ ഹസ്ത ഉത്തനാസന. അതിനുശേഷം ദീർഘമായി ശ്വാസം എടുക്കുക. നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ തലയ്ക്ക് മുകളിലേക്കും നീട്ടുക. 2ാമത്തെ പോസ് പോലെ തന്നെയാണ്. നിങ്ങളുടെ ശരീരം ചെറുതായി പിന്നിലേക്ക് നീട്ടാൻ മുകളിലേക്ക് നോക്കി നിങ്ങളുടെ പെൽവിസ് മുന്നോട്ട് അമർത്തുക. ഒരു ദീർഘനിശ്വാസം എടുക്കുക. ഇതിൻ്റെ ഗുണങ്ങൾ: ഇത് ആസ്മ, നടുവേദന, ക്ഷീണം തുടങ്ങിയ രോഗങ്ങളെ ചികിത്സിക്കുന്നു. ഇത് ദഹനത്തിനും സഹായിക്കുന്നു. നെഞ്ച് വികസിക്കുന്നു. അതിൻ്റെ ഫലമായി പൂർണ്ണമായ ഓക്സിജൻ ലഭിക്കുന്നു. 12ാമത്തെ പോസ് നിൽക്കുന്ന മൗണ്ടൻ പോസ് അല്ലെങ്കിൽ തടാസന.
അവസാനം ശ്വാസം വിട്ടുകൊണ്ട് പ്രാർത്ഥനാ സ്ഥാനത്തേക്ക് മടങ്ങുക. പോസ് ഒന്നുപോലെ. നിങ്ങളുടെ കൈകൾ സാവധാനത്തിലും സ്ഥിരമായും താഴ്ത്തുക. ഇതിൻ്റെ ഗുണങ്ങൾ: നിങ്ങളുടെ വികാരങ്ങളിൽ നിയന്ത്രണം വളർത്തിയെടുക്കാൻ സഹായിക്കുന്നതിന് നിങ്ങളുടെ ഇടുപ്പും വയറും പേശികളും ടോൺ ചെയ്യുക. തുടകൾ, കാൽമുട്ടുകൾ, കണങ്കാലുകൾ എന്നിവ ബലപ്പെടുന്നു. ഒപ്പം ഭാവം മെച്ചപ്പെടുത്തുന്നു. 12 സ്ഥാനങ്ങളും പൂർത്തിയാകുമ്പോൾ സൂര്യ നമസ്കാരത്തിൻ്റെ ഒരു ചക്രം പൂർത്തിയാകും. എല്ലാ ദിവസവും 12 തൊട്ട് 15 സൈക്കിൾ ചെയ്യുന്നത് ശരാശരി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് നൽകും. ശോഭനമായ ഒരു നാളേക്കായി നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തും. ഇതുപോലെ തന്നെ ഇത് ഒരു വലതുവശത്തെ പ്രക്രിയയാണ് നമ്മൾ കഴിഞ്ഞത്. ഇതുപോലെ തന്നെ നമ്മൾ കുതിര സവാരി പോസിലേക്ക് എത്തുമ്പോൾ ഇടത് കാല് അടുത്തത് വെച്ച് ചെയ്യും. ഇങ്ങനെ 2 തവണ, ഒരു വലതുവശവും ഒരു ഇടതുവശവും. ഇങ്ങനെയുള്ള 13 തൊട്ട് 15 സൈക്കിളുകൾ ചെയ്യുന്നത് ശരാശരി നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഗുണങ്ങളും നിങ്ങൾക്ക് നൽകും. ശോഭനമായ ഒരു നാളേക്കായി നിങ്ങളെ ആരോഗ്യത്തോടെ നിലനിർത്തും. സൂര്യ നമസ്കാരം തലയോട്ടിയിലെ രക്തയോട്ടം ഉത്തേജിപ്പിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. അകാല നര, മെലിഞ്ഞു കയറൽ, കൊഴിച്ചിൽ തുടങ്ങിയ മുടി പ്രശ്നങ്ങൾ തടയാൻ ഇത് സഹായിക്കുന്നു. കൂടുതൽ കലോറി എരിച്ചു കളയാൻ സൂര്യ നമസ്കാരം സാധാരണയേക്കാൾ വേഗത്തിൽ നടത്താം. ശരീരത്തിലെ എല്ലാ പേശികളിലും പ്രവർത്തിക്കുകയും മെറ്റാബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു മികച്ച എയ്റോബിക് വ്യായാമമായി ഇത് ഉപയോഗിക്കാം. സൂര്യ നമസ്കാരം രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ചർമ്മത്തെ ചെറുപ്പവും മനോഹരവും ആരോഗ്യകരവുമായി നിലനിർത്തുന്നു. സമ്മർദ്ദം അകറ്റി നിർത്തുന്നത് നിങ്ങളുടെ ചർമ്മത്തെ അതിൻ്റെ ദൃഢത നിലനിർത്താനും ചുളിവുകൾ ഉണ്ടാകുന്നത് ഒഴിവാക്കാനും പ്രായമാകൽ വൈകിപ്പിക്കാനും സഹായിക്കുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സൂര്യ നമസ്കാരം ശരീരത്തിലെ രക്തചംക്രമണം മെച്ചപ്പെടുത്തുന്നു. ഇത് കുടൽ ശരിയായി പ്രവർത്തിക്കുവാൻ സഹായിക്കുന്നു. തൽഫലമായി വർദ്ധിച്ച വിറ്റാമിൻ ആഗീകരണവും പൊതുവായ ആരോഗ്യവും സാധ്യമാണ്. ഇതിലെ ആസനങ്ങളും വലിച്ചു നീട്ടലും നിങ്ങളുടെ വയറിലെ പേശികളെ ശക്തിപ്പെടുത്താനും നിങ്ങളുടെ ആർത്തവ ചക്രം നിയന്ത്രിക്കാനും നിങ്ങളെ സഹായിക്കും. സൂര്യ നമസ്കാരം നാഡീവ്യവസ്ഥയുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നു. ഇത് വിശ്രമിക്കാനും ആശങ്കകളെ മറികടക്കാനും എളുപ്പമാക്കുന്നു. തൈറോയ്ഡ് പ്രശ്നങ്ങളുള്ളവരെ അവരുടെ എൻഡോക്രൈൻ ഗ്രന്ഥികളുടെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാനും ഇത് സഹായിക്കുന്നു. ശ്വസനം മെച്ചപ്പെടുത്തുന്നു. ഉറക്കമില്ലായ്മയെ ചെറുക്കുന്നു. നിങ്ങൾക്ക് പുറം വേദന, ശരീരവേദന, ഉയർന്ന രക്തസമ്മർദ്ദം, ഹൃദ്രോഗം, സന്ധിവാതം, കൈത്തണ്ടയിലെ ക്ഷതം എന്നിവയും അതുപോലെ തന്നെ ഗർഭിണികളും ആണെങ്കിൽ ഇത് ചെയ്യാതിരിക്കുക. അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നല്ലൊരു യോഗ ഇൻസ്ട്രക്ടറുടെ നിയന്ത്രണത്തിൽ തന്നെ ഇത് ചെയ്യുവാൻ ശ്രമിക്കുക. ഇങ്ങനെയുള്ള ആരോഗ്യപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. മാത്രവുമല്ല, ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത ദിവസം ഇതിലും നല്ലൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നന്ദി.